ഭയം ഒഴിവാക്കാനുള്ള ഒറ്റ കാര്യം ഇതാണ്, എന്നെ കർത്താവിന് ഇഷ്ടമാണെന്നൊരു ചിന്ത ഉള്ളിൽ വരിക. ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തിനോ വേണ്ടി ജനിച്ചു, ഇങ്ങനെ ജീവിക്കുന്നു, ജീവിതം മുഴുവൻ നിരാശയാണ്, എന്റെ ജീവിതത്തിന് ഒന്നും ഒരറ്റം കാണാൻ പറ്റില്ല, ഇതിനൊരർത്ഥമില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ റിയലൈസ് ദിസ്, നിന്റെ ഉള്ളിലോട്ട് ഇത് കയറണം. നോമ്പിന്റെ ഓരോ ദിവസങ്ങളോടെ നമ്മളിങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോവാണ്. വചനത്തിന്റെ ഒരു സൗന്ദര്യം, വചനത്തിലൂടെ ലഭിക്കുന്ന ആശ്വാസം, സുവിശേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സദ്വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞ് കേട്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് മുമ്പോട്ട് പോവാണ്. നമ്മുടെ ഹൃദയങ്ങളെ വചനം കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യം, മറിയമേ ആനന്ദിച്ച് ആഹ്ലാദിക്കുക, കർത്താവ് നിന്റെ കൂടെ. നമ്മൾ തുടർന്നുള്ള കുറച്ച് വചനഭാഗങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൈവദൂതൻ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മളൊന്ന് ധ്യാന വിഷയമാക്കാൻ പോവാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് ദൂതൻ ഇങ്ങ് വന്ന് നിൽക്കുന്നു. ദൂതൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. മാനുഷികമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയമോ ഭയമോ ഒക്കെ തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് ഭയം. നമുക്കറിയാം, ഇത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമല്ല, നമ്മളോടിപ്പോ നമ്മുടെ മൂത്ത ഒരാളോ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, നീ ഇത് ചെയ്യണം, നിന്നെ കൊണ്ട് കർത്താവിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, സമൂഹത്തിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, കുടുംബത്തിന് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട്, നീ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഉള്ളിലും ഭയം ഉണ്ടാകാം. അല്ലെ, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, മറ്റുള്ളവരെ പോലെ അത്ര വലിയ കഴിവും ഒന്നും എനിക്കില്ല, എനിക്കിതെങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റും, അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ തന്നെ ഭയപ്പെടാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ രൂപപ്പെട്ട ഭയം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. പക്ഷേ ദൂതൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മറിയമേ ഭയപ്പെടണ്ട, മറിയമേ ഭയപ്പെടണ്ട. അതൊരു വാക്കാണ്, അതൊരു വാർത്തയാണ്. ഡു നോട്ട് ബി അഫ്രൈഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് മാലാഖ പറഞ്ഞ ആ ഒരു വാക്ക് നമ്മളത് വായിക്കുന്ന ഇങ്ങനെയാണ്. ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. നാച്ചുറലായിട്ട്, നോർമലായിട്ട് നമ്മളോട് ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ പറയണം. പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന മിടുക്കിയായ ഒരു യുവതി ആ ചെറുപ്പക്കാരുടെ അടുത്തോട്ട് വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു മാലാഖ വന്നിട്ട് വലിയൊരു കാര്യം പറയാണ്, ദൈവം നിന്നോട് കൂടെ, കർത്താവിന്റെ മുമ്പിൽ നീ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു, സംപ്രീതനായിരിക്കുന്ന കർത്താവ് നിന്നിൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും ചിലപ്പോ മാനുഷികമായിട്ടൊരു ഭയം തോന്നിയിരിക്കാം, അസ്വസ്ഥത തോന്നിയിരിക്കാം. മാലാഖ തുടർന്ന് പറയുന്ന ഒരു കാര്യം എന്നതാണ്, ദൂതൻ അവളോട് പറഞ്ഞു, 30-ാമത്തെ വാക്യം, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ ഭയം, ഇല്ലേ? നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യം വരുമ്പോൾ, നമ്മുടെ മുമ്പിൽ അടുത്ത ആഴ്ച അടുത്ത ദിവസങ്ങളിൽ ഒരു പരീക്ഷ വരികയാണ്, നമുക്ക് ഉള്ളിൽ വന്നേക്കാം ഒരു പേടി. ഈ ഒരു ഉത്തരവാദിത്തം നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നമ്മുടെ ഗുരുനാഥന്മാർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മാതാപിതാക്കൾ നമ്മളോട് പറയാണ് നീ പോയിട്ട് ഇത് ചെയ്യുക. നമുക്കൊരു വലിയ കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കണം, ഓർഗനൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുക. ഉള്ളിലൊരു പേടി വരും, ഒരു അസ്വസ്ഥത, ഒരു ടെൻഷൻ വരും, ഇതെങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും, അയാൾ ചെയ്തായിരുന്നെ നന്നായാനെ, ഇവള് ചെയ്തായിരുന്നെങ്കിൽ നന്നായാനെ, ഈശോയെ എന്നെയാണല്ലോ ഇത് ഏൽപ്പിച്ച്, പേടി തോന്നും, അസ്വസ്ഥത തോന്നും. പരിശുദ്ധ അമ്മയുടെ ദൂതൻ പറഞ്ഞ കാര്യം ഇന്ന് നമ്മൾ കേൾക്കേണ്ട മറ്റൊരു സദ്വാർത്തയാണ്. കർത്താവ് രക്ഷിക്കും, കർത്താവ് കൂടെയുണ്ടെന്നുള്ളൊരു സദ്വാർത്തയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ്, മറിയമേ പേടിക്കണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ്, ഭയപ്പെടണ്ട. ഭയപ്പെട്ടിരിക്കുന്ന, ഭയത്തിലൂടെ കടന്നു പോകുന്ന, ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ, വിശുദ്ധരായിട്ട് ജീവിക്കാൻ വരെ ഭയം തോന്നുന്ന, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഭയം തോന്നുന്ന നമ്മളോട് കർത്താവിന് പറയാനുള്ള മറ്റൊരു സദ്വാർത്ത ഇതാണ്, ഡു നോട്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട. അങ്ങനെ പേടിക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടെ ദൂതൻ പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ നീ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, കർത്താവ് നിന്നിൽ പ്രീതിപ്പെട്ടിരിക്കുന്നു, കർത്താവിന് നിന്നോട് ഇഷ്ടമാണ്, കർത്താവ് നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്ത് ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ, എന്ത് ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, നമുക്ക് ഈ ഭയം ഒഴിവാക്കാനുള്ള ഒറ്റ കാര്യം ഇതാണ്, എന്നെ കർത്താവിന് ഇഷ്ടമാണെന്നൊരു ചിന്ത ഉള്ളിൽ വരിക. നമ്മൾ പാപികളാണ്, കുറവുകളുണ്ട്, നമുക്ക് മറന്നു കളയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ മറച്ചു പിടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമാണ്, അതൊന്ന് തിരിച്ചറിയുക.
ഒരു കുമ്പസാരക്കൂടിന്റെ വാതിലിൽ ചെന്ന് മുട്ടി ഈശോയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോൾ, നമ്മുടെ കുറവുകളൊക്കെ തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് കരഞ്ഞ് നിലവിളിച്ച് പറയുമ്പോൾ ഈശോ നമ്മളെ വീണ്ടും ചേർത്ത് പിടിച്ച് പറയുന്ന ഒരു കാര്യമാണ്, പേടിക്കണ്ട, സാരമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ഇതാണ്, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, കർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നമ്മുടെ ജീവിതത്തിലെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ആദ്യം വരേണ്ട ഒരു ബോധ്യം ഇതാണ്, ഈശോയാണ് എന്നെ അംഗീകരിക്കുന്നതെങ്കിൽ, ഈശോ ഈ ഒരു കാര്യത്തിന് അപ്രൂവൽ തരികയാണെങ്കിൽ എനിക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാം വാക്യത്തില് പൗലോസിലെ സുന്ദരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരാളുടെയും ജീവിതത്തിന്റെ ഒരു ഐഡന്റിറ്റിയെ കുറിച്ച് ഭയപ്പെട്ടിരിക്കുമ്പോ, എനിക്കൊരു കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മളങ്ങനെ ചുമ്മാ അങ്ങ് ജനിച്ചതല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, നമ്മൾ പേടിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യസ് 2:10 നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും, നാം ദൈവത്തിന്റെ കരവേലയാണ്. ഞാൻ അനാഥനല്ല, ആർക്കും വേണ്ടാത്ത ഒരാളല്ല, ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത ഒരാളല്ല, ജനിച്ചു ഒരു ദിവസം മരിക്കും, എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ജീവിതത്തെ കളയേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, എൻ്റെ ഈ ലൈഫിന് ഒരു അർത്ഥമുണ്ട്. എന്താണ് ഐഡന്റിറ്റി? എന്താണ് അർത്ഥം? ഞാൻ ദൈവത്തിന്റെ കരവേലയാണ്. എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? തുടർന്നുള്ള വാക്യം ഇങ്ങനെയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണം, ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തിനോ വേണ്ടി ജനിച്ചു, ഇങ്ങനെ ജീവിക്കുന്നു, ജീവിതം മുഴുവൻ നിരാശയാണ്, എൻ്റെ ജീവിതത്തിന് ഒന്നും ഒരറ്റം കാണാൻ പറ്റില്ല, ഇതിനൊരർത്ഥമില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ റിയലൈസ് ദിസ്, നിന്റെ ഉള്ളിലോട്ട് ഇത് കയറണം, നീ ദൈവത്തിന്റെ കരവേലയാണ്. ആർക്കും വേണ്ടാത്തവനോ എല്ലാവരും ഒഴിവാക്കി വിട്ടവളോ അല്ല, ഈശോയ്ക്ക് നിന്നെ വേണം. നിന്നെ ഈ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ച കർത്താവ്, ജീവിതത്തിന്റെ ഓരോ നിമിഷവും മുമ്പോട്ട് നയിക്കുന്ന കർത്താവ്, ഇപ്പോ ഈ വചനം കേൾക്കാൻ നിന്നെ അനുവദിച്ച കർത്താവിന് ഒറ്റ കാര്യം നിന്നോട് പറയാനുണ്ട്, നീ അനാഥനല്ല, ആർക്കും വേണ്ടാത്തവളല്ല, നീ എന്റെ കരവേലയാണ്. ദൈവം മെനഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമാണ് നിന്റേത്. എന്തിനു വേണ്ടി? ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ ചില സൽപ്രവർത്തികളുണ്ട്, അത് ചെയ്യാൻ വേണ്ടി. നീ ഇപ്പൊ ആയിരിക്കുന്ന വീട്, ജോലി ചെയ്യുന്ന സ്ഥലം, പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തില്, നിന്റെ അയൽപ്പക്കത്ത്, നീ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളില്, ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ പ്രദേശത്തും ഓരോ ഇടങ്ങളിലും നീ ദൈവത്തിന്റെ കരവേലയാണ്. നീ ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്ത് ദൈവം ചില സൽപ്രവർത്തികൾ മുൻകൂട്ടി ഒരുക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ ചെയ്താൽ മാത്രം ശരിയാവുന്ന ചില കാര്യങ്ങൾ ആ വീട്ടിലുണ്ട്. കേൾക്കുന്ന കുഞ്ഞുമക്കള്, നിങ്ങൾ ചെയ്യേണ്ട ചില സൽപ്രവൃത്തികളുണ്ട് ആ വീട്ടിൽ. നിങ്ങൾ പഠിക്കുന്ന കോളേജ്, നിങ്ങൾ പഠിക്കുന്ന സ്കൂള് വെറുതെ പഠിക്കാൻ വേണ്ടി പോയതാണോ? അല്ല, അവിടെ നല്ലത് ചെയ്യാൻ, നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ. ഈ കോളേജിൽ, ഈ വർഷം, ഈ സ്കൂളിൽ, ഈ ഒരു അധ്യയന വർഷം നീ ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ച ചില സൽപ്രവൃത്തികളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അത് നീ ചെയ്താലേ ശരിയാവുള്ളൂ. അതിനുവേണ്ടി ഈശോയിൽ ദൈവപിതാവ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, നിന്നെ അവിടെ വെച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം വെറുതെ അല്ല, ഞാൻ ശ്വാസം എടുക്കുന്നത് വെറുതെ അല്ല. ദർ ഇസ് എ പേർപ്പസ്. ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ആ ലക്ഷ്യം എനിക്ക് തന്നത് കർത്താവാണെങ്കിൽ പിന്നെ ഞാൻ ഭയപ്പെടേണ്ടതില്ല. ബിക്കോസ് ഓഫ് എ സിംഗിൾ റീസൺ, ഈശോ എന്നെ അപ്രൂവ് ചെയ്യുന്നു, ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. പലരും നമ്മളോട് പറയും, നിന്റെ ജീവിതത്തിന് അർത്ഥമില്ല, നിന്റെ ജീവിതം വേസ്റ്റ് ആണ്, നീ ജനിച്ചത് തന്നെ ഒരു ശാപമാണ്, ഈ കുടുംബത്തിന് നീ ഒരു ഭാരമാണ്, നീ ജനിക്കാതിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മുടെ ചങ്ക് കീറി മുറിച്ച് വേദനിപ്പിക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഈശോയ്ക്ക് പക്ഷെ നിന്നോട് പറയാനുള്ള ഇതാണ്, നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. നീ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. ദൈവസന്നിധിയിലാണ് നീ ഇഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതോ, നന്മ പ്രവർത്തിക്കുന്നതോ, നീ ശാന്തനായിട്ട് മിടുക്കിയായിട്ട് മിടുക്കനായിട്ടൊക്കെ ജീവിക്കുന്നതോ ഒരുപക്ഷെ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇങ്ങനെയൊന്നും പോരാന്നൊക്കെ പറയുന്നുണ്ടാവും, കളിയാക്കുന്നുണ്ടാവും. ഈശോയ്ക്ക് കുഞ്ഞെ നിന്നെ ഇഷ്ടമാണ്. ഈ ക്രിസ്മസ് കാലത്ത്, ഈ ചെറിയ നോമ്പിന്റെ കാലത്ത് ഈ സദ്വാർത്തകളുടെ ഉള്ളിലോട്ട് നിറയട്ടെ, ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു വാക്ക്, കർത്താവിന്റെ മുമ്പിൽ പ്രീതി കണ്ടെത്തിയ, ഇഷ്ടം കണ്ടെത്തിയ ആളുകളെ കുറിച്ച് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ കുറച്ച് വ്യക്തിത്വങ്ങളെ, ഇസ്രായേലിന്റെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ചില വ്യക്തികളെ, അതിലെ പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ നമ്മളൊന്ന് വായിച്ചു നോക്കാൻ പോവാണ് വചനത്തിലൂടെ. ഈ ദൈവം അവരോടും ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് പഴയ നിയമത്തില്
നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അതിലെ ഒരു കഥാപാത്രം, അതിലെ കേന്ദ്ര കഥാപാത്രം നമുക്ക് അറിയാവുന്ന നോഹയാണ്. വെള്ളപ്പൊക്കം, ജലപ്രളയം ഒക്കെ നമുക്കറിയാലോ. നോഹയോട് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ജലപ്രളയം വരുന്നതിന് മുമ്പുള്ള കുറെ സിറ്റുവേഷൻസിനെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. തിന്മ വർദ്ധിക്കുന്നു, ആളുകൾ പാപം ചെയ്യുന്നു, ജനങ്ങൾ എല്ലാം പരസ്പരം പോരടിക്കുന്നു, സമൂഹം മുഴുവൻ ഇങ്ങനെ അധപതിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. എന്നാൽ അതിനിടയിൽ നോഹ ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായി. കർത്താവിന് നോഹയെ ഇഷ്ടപ്പെട്ടു. ചരിത്രത്തിൽ മുഴുവൻ, ബൈബിളിന്റെ ചരിത്രത്തിൽ മുഴുവൻ നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ലോകം മുഴുവൻ തിന്മയിലേക്ക് പോകുമ്പോഴും, ലോകം മുഴുവൻ തെറ്റായ വഴിയിൽ പോകുമ്പോഴും, സമൂഹം വഴിതെറ്റി നടക്കുന്ന സമയത്തും അതിനിടയിൽ ഒരാൾ കർത്താവിന്റെ ഇഷ്ടത്തിന് പാത്രമാവുകയാണ്. കർത്താവിന് അയാളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണ്. പിന്നെ അയാളെ തിരഞ്ഞെടുത്ത് ഒരു വലിയ കാര്യം ഏൽപ്പിക്കുകയാണ്. നോഹയുടെ പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാലോ. പെട്ടകം നിർമ്മിക്കാൻ പറയുന്നു, എല്ലാ ജീവികളെ ഉള്ളിലോട്ട് കയറ്റാൻ പറയുന്നു. അങ്ങനെ ദൈവം വലിയൊരു കാര്യം നോഹയോട് ഇഷ്ടം തോന്നിയുകൊണ്ട് നോഹയെ ഉപയോഗിച്ച് ദൈവം ഒരു സൽപ്രവൃത്തി ചെയ്യുകയാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരാളിൽ ഒരു ഇഷ്ടം തോന്നുന്നു, വെറുതെ ഇഷ്ടം തോന്നുന്നതല്ല, ഇയാളെ തെരഞ്ഞെടുത്ത്, ഇയാളെ സ്നേഹിച്ച്, ഇയാളിൽ പ്രീതി കണ്ടെത്തി ദൈവം അയാളെ കൊണ്ട് ഒരു സൽപ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണ്. നിന്നിലൂടെ ചെയ്യാനുള്ള ഒരു സൽപ്രവൃത്തി ചെയ്യാനുള്ളത് കൊണ്ട് ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് ഭയപ്പെടേണ്ടെന്ന് പറയുന്നു. നോഹയിൽ ദൈവം പ്രീതിതനായി. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കാണാം. ഈ അബ്രഹാമിനെ കാണാൻ വേണ്ടി 3 പേര് വരികയാണ്. അപ്പൊ അബ്രഹാം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, അടിയനിൽ പ്രീതി ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരണേ, എന്റെ വീട്ടിലേക്ക് വരണേ, എന്റെ കൂടെ ഭക്ഷണം കഴിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ മറുപടി ഒന്നും പറയുന്നില്ല, ദൈവം പ്രീതിപ്പെട്ടു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അബ്രഹാം ചോദിച്ചതിന് ഉത്തരമായിട്ട് അവർ അബ്രഹാമിന്റെ വീട്ടിലേക്ക് പോകുന്നു, അവിടെ ഇരിക്കുന്നു, വിശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ദൈവത്തിന് അബ്രഹാമിനോടും പ്രീതി തോന്നി, ഇഷ്ടം തോന്നി. എന്നിട്ട് ചെറിയ കാര്യങ്ങളൊന്നും അല്ല അബ്രഹാത്തെ ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു സമൂഹത്തെ മുഴുവൻ രൂപം കൊള്ളിക്കാൻ, അവരുടെ പിതാവായിട്ട് മുമ്പിൽ നിൽക്കാൻ, വിശ്വാസത്തിന്റെ മാതൃകയായിട്ട് നിൽക്കാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുക്കുകയാണ്. കർത്താവിന് ഒരാളോട് ഇഷ്ടം തോന്നുന്നു, അയാളെ തെരഞ്ഞെടുക്കുന്നു, അയാളെ സ്നേഹിക്കുന്നു. അയാളിലൂടെ ദൈവം ചരിത്രത്തിൽ ഒരു വലിയ സൽപ്രവൃത്തി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് നമ്മൾ കാണും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ശരിക്കും പറഞ്ഞാൽ ദൈവം മനുഷ്യരിലൂടെ ജോസഫിനോട് ഒരു ഇഷ്ടം കാണിക്കുകയാണ്. ജോസഫ് ചെന്ന ഇടത്ത്, ജോസഫിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകൾക്ക് ജോസഫിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. ഇവൻ ചെയ്താൽ നന്നാവും, ഇവൻ മിടുക്കനാണ് എന്ന് കർത്താവിന് പറയേണ്ട ഒരു കാര്യം അധികാരികളിലൂടെ, കൂടെ വർക്ക് ചെയ്യുന്നവരിലൂടെ ദൈവം സംസാരിക്കാം. പിന്നെ ജോസഫിന്റെ ഒരു ചരിത്രം മുഴുവൻ മാറി നമുക്ക് കാണാം. ഈജിപ്തില് ഭരണാധികാരിയാവുന്നു, ഇസ്രായേൽക്കാർ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരുടെ പട്ടിണി മാറ്റാൻ ഇടയാവുന്നു. പിന്നീട് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കാണുന്നുണ്ട് ജോസഫ് മറ്റുള്ളവരോട് ക്ഷമിച്ച് നന്മയായി മാറുന്നു. അവന് ഒരിക്കൽ തിന്മയായ കാര്യങ്ങളൊക്കെ ദൈവം അവന് നന്മയാക്കി മാറ്റുന്നു. നമ്മൾ പഴയ നിയമത്തിലെ പല ഭാഗങ്ങളില് പ്രഭാഷണങ്ങളിലൊക്കെ പിന്നീട് കാണുന്നുണ്ട് അവന്റെ അസ്ഥികൾ വരെ സൂക്ഷിക്കപ്പെട്ടു, ഒരു തിരിശേഷിപ്പ് പോലെ ജോസഫായി മാറിയെന്നൊക്കെ. ദൈവം ചില ആളുകളെ ഇഷ്ടപ്പെടുന്നു, തെരഞ്ഞെടുക്കുന്നു, അവരെ സ്നേഹിച്ച് അവരെ കൊണ്ടൊരു സൽപ്രവൃത്തി ചെയ്യുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഈ ഒരു വാർത്തയാണ് കേൾക്കുന്ന മറ്റൊരു മംഗളവാർത്ത. മറിയമേ, ദൈവം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, കർത്താവിന് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന്. പരിശുദ്ധ അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ യഹൂദ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വചന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ധ്യാനിച്ചിട്ടുണ്ടാകാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അന്ന് നോഹയോട് പറഞ്ഞ കാര്യം, അബ്രഹാമിനോട് പറഞ്ഞ കാര്യം, ജോസഫിനോട് പറഞ്ഞ കാര്യം ഇന്ന് കർത്താവ് പരിശുദ്ധ മറിയത്തോട് പറയാണ്, നിന്നെ കർത്താവിന് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഈ ഒരു ലോകത്തിന്റെ ഏറ്റവും വലിയ സദ്വാർത്ത ഈ ഭൂമിയിൽ അറിയിക്കുമ്പോൾ ദൈവത്തിനൊരു സൽപ്രവൃത്തി ചെയ്യാൻ ഒരാളെ ആവശ്യമാണ്. വചനം മാംസമായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആ വചനത്തിന് മാംസം ധരിക്കാൻ ഒരു ഇടം, രൂപം കൊള്ളാൻ ഒരു ഉദരം, അത് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മറിയമേ നിന്നെയാണ്. നിന്നെ കർത്താവിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നിന്നിലൂടെ ദൈവം ഒരു സൽപ്രവൃത്തി ചെയ്യാൻ പോകുന്നു. പഴയ നിയമത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മറന്നു പോകാതിരിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തെ മറ്റൊരു ഗതിയിലേക്ക് നയിച്ച ഒരാൾ.
ഈജിപ്തിലെ അടിമത്തത്തിലേക്കൊക്കെ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ജോസഫിന്റെ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഇസ്രായേൽക്കാർ പിന്നീട് ഈജിപ്തിൽ അടിമകളായി പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ ദൈവം മോശയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ. കുറച്ചു കാലമൊക്കെ കഴിയുമ്പോൾ മരുഭൂമിയിലേക്കുള്ള യാത്രാമധ്യേ സീനായി വിടുന്ന ഒരു സമയത്ത് ദൈവം മോശയോടും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളത് കാണുക പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 12 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നുവെച്ചാൽ കർത്താവ് വലിയൊരു കാര്യം, ഒരു സൽപ്രവൃത്തി ഈ വ്യക്തിയിലൂടെ ചെയ്യാൻ പോവാണ്. മോശ കർത്താവിനോട് പറയാണ്, കർത്താവെ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല, എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കർത്താവിനോട് പറയാണ്. കർത്താവിന് മോശയോടും ഇഷ്ടം തോന്നി. അപ്പൊ നമ്മൾ ഈ ചിന്തിച്ച ഓരോ കാര്യങ്ങളും ഒന്ന് ചേർത്ത് ചിന്തിച്ചേ. ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും, ഈശോയ്ക്ക് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആദ്യം ഒരു പദ്ധതിയുണ്ട്. എന്തു പദ്ധതി? ഒരു സൽപ്രവൃത്തി നിങ്ങൾ ചെയ്യണം. ആ സൽപ്രവൃത്തി ഈശോയ്ക്കാണ് ശരിക്കും ചെയ്യേണ്ടത്. ഈശോയ്ക്ക് ഇപ്പൊ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നിടത്ത്, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ പഠിക്കുന്നിടത്ത്, നമ്മളായിരിക്കുന്ന ഏതൊരു ഗ്രൂപ്പിലും ചെയ്യാൻ ഒരു സൽപ്രവൃത്തി. അന്ന് നോഹയെ പോലെ, ജോസഫിനെ പോലെ, അബ്രഹാമിനെ പോലെ, മോശയെ പോലെ ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ തെരഞ്ഞെടുക്കുന്നു, നിങ്ങളിൽ സംപ്രീതി തോന്നുന്നു, നിങ്ങളോട് പറയുന്നു ഭയപ്പെടേണ്ട, കൂടെ ഞാനുണ്ട്, മുമ്പോട്ട് പൊക്കോന്ന്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ, 9 അധ്യായം 23 വാക്യത്തില് ഗബ്രിയേൽ ദൈവദൂതൻ തന്നെ, പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്ന ഗബ്രിയേൽ ദൈവദൂതൻ തന്നെ ദാനിയേൽ പ്രവാചകന്റെ അടുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 9 അധ്യായം ദാനിയേൽ 9:23, നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു, അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വാർത്ത ഉള്ളിലോട്ട് നിറയണം കേട്ടോ. ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നതിന്റെ കാര്യം എന്താണ്? എന്റെ ജീവിതം വേസ്റ്റാന്ന് ആളുകൾ പറയുമ്പോഴും, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് ആളുകൾ പറയുമ്പോഴും, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നല്ലൊരു പദ്ധതിയാണ്, അതൊരു സൽപ്രവൃത്തിയാണ്. നിന്നിലൂടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സൽപ്രവൃത്തി. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. ചെയ്യാനുള്ളത് പഠിക്കേണ്ടതാവട്ടെ, കളിക്കേണ്ടതാവട്ടെ, ശുശ്രൂഷ ചെയ്യേണ്ടതാവട്ടെ, ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടതാവട്ടെ, ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കേണ്ടതാവട്ടെ, നിങ്ങളിലൂടെ ഈശോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തി ധൈര്യമായിട്ട് ചെയ്തുകൊള്ളുക. കർത്താവ് കൂടെയുണ്ട്. മനപ്പാഠം പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ വായിച്ച് പഠിക്കേണ്ട ഒരു വചനഭാഗമാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. 9ഉം 10ഉം വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കും. നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സുവിശേഷം കയറട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരാളാണ്. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കുകയില്ല. അത് വിശ്വസിക്കാൻ പറ്റും. ഈശോ നിന്നെ ഉപേക്ഷിക്കില്ല. 10ാമത്തെ വാക്യം ഇങ്ങനെയാണ്, 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. പരിശുദ്ധ അമ്മ അന്ന് മംഗളവാർത്തയില് ഗബ്രിയേൽ ദൈവദൂതനിലൂടെ കർത്താവ് അരുളി ചെയ്ത വാക്ക് കേട്ടു. ഭയപ്പെടേണ്ട മറിയമ്മേ, കർത്താവ് നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ ധ്യാനത്തിലൂടെ പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഉള്ളിലോട്ട് ഈ ഒരു പ്രാർത്ഥനയോടെ ഇത് സ്വീകരിക്കുക. ഞാൻ പേടിക്കേണ്ടതില്ല, കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി. അത് തിരിച്ചറിയാനും ആ സൽപ്രവൃത്തി ചെയ്യാനുള്ള കൃപയ്ക്കും വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പ് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.